കേരള രാഷ്ട്രീയത്തെ അശ്ലീലമയമാക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ റിമാൻഡിലാണ്. മൂന്നാമത്തെ അതിജീവിതയുടെ മൊഴിയും ശാസ്ത്രീയ തെളിവുകളുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുടുക്കിയത്. ഈ സമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാൻ വേണ്ടി നിയമസഭാ സ്പീക്കർ തീരുമാനിച്ചിരിക്കുന്നു. നിയമസഭയ്ക്ക് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി കൂടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കും. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയിൽ എം.വി. ഗോവിന്ദൻ, കെ ശൈലജ, കോൺഗ്രസ് നേതാവായ റോജി എം ജോൺ തുടങ്ങിയവരൊക്കെ ഉണ്ട്. ഇവരെല്ലാം ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുകയും ചെയ്യും, അയോഗ്യനാക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് അയാൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ താങ്ങി ഇപ്പോൾ കുരുക്കിലായിരിക്കുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിന് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ഏത് നിയോജക മണ്ഡലത്തിൽ നിർത്തിയാലും ജയിക്കാൻ കഴിവുള്ള നേതാവായി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെലിബ്രിറ്റിയായി ഷാഫി പറമ്പിൽ വളർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ തോൽപ്പിച്ചത് കെ ശൈലജ ടീച്ചറെയാണ്, അതും വലിയ ഭൂരിപക്ഷത്തിൽ. അതോടുകൂടി ഷാഫി പറമ്പിലിൻ്റെ മാറ്റ് കേരള രാഷ്ട്രീയത്തിൽ കൂടുകയായിരുന്നു. പൊളിറ്റിക്കൽ സെലിബ്രിറ്റിയായി ഷാഫി പറമ്പിൽ വളരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും തമ്മിലുള്ള ബന്ധം ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഷാഫി പറമ്പിൽ KPCC അധ്യക്ഷനാകാനുള്ള തയ്യാറെടുപ്പിലാണ്. സണ്ണി ജോസഫ് പേരാവൂരിൽ മത്സരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. കേരളത്തിൽ നിന്ന് പോയ MP-മാർ നിയമസഭയിൽ മത്സരിക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. ഇതനുസരിച്ച് ഹൈക്കമാൻഡിൻ്റെ പ്രത്യേക പരിഗണനയോടുകൂടി ഷാഫി പറമ്പിൽ KPCC അധ്യക്ഷനായി മാറും. എന്തായാലും ഷാഫി പറമ്പിൽ KPCC അധ്യക്ഷനാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും തമ്മിലുള്ള ബന്ധം ചർച്ചയാക്കും പ്രതിപക്ഷം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിനോടൊപ്പം വളർന്നുവന്ന പൊളിറ്റിക്കൽ സെലിബ്രിറ്റിയാണ്. ഇരുവരും പൊളിറ്റിക്കൽ സെലിബ്രിറ്റികൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യത്തെ കേസിൽ തന്നെ വിവാദമുണ്ടാക്കിയപ്പോൾ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത്. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ ഒരു നിലപാട് എടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് തനിക്ക് അറിയില്ല എന്നൊക്കെ അഴകുഴമ്പൻ നയത്തിൽ ഷാഫി പറമ്പിൽ പറഞ്ഞെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ചർച്ചാ വിഷയം ആവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാഷ്ട്രീയത്തിൽ വളർത്തിക്കൊണ്ടുവന്നത് ഷാഫി പറമ്പിലാണ്. ഇരുവരും ഒരു കാലത്ത് VD സതീശൻ്റെ തുറുപ്പ് ചീട്ടുകളായിരുന്നു. VD സതീശൻ ഇരുവരെയും നന്നായി പ്രോത്സാഹിപ്പിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും K മുരളീധരനെതിരെയും ഒരായുധം എന്ന നിലയിലാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും VD സതീശൻ്റെ പരിലാളനയോടുകൂടി വളർന്ന് വന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാൻ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി വൈകാതെ തന്നെ കൂടും. അദ്ദേഹത്തെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കും. ശിക്ഷ വന്നിട്ടില്ലെങ്കിലും ധാർമ്മികമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ശിക്ഷിച്ചിട്ടില്ലെങ്കിലും ധാർമ്മികമായി രാഹുൽ മാങ്കൂട്ടത്തിലിന് MLA സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല എന്നുള്ളതാണ് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. അയോഗ്യനാക്കുക എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാൻ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ അനുമതി തേടുമെന്ന് സ്പീക്കർ ഷംസീർ പറഞ്ഞു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പോലും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല എന്നത് ശ്രദ്ധേയം. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ തോന്നിവാസങ്ങൾ ഷാഫി പറമ്പിൽ അറിഞ്ഞുകൊണ്ടാണോ എന്ന ചോദ്യവും ബാക്കിയാകുന്നു. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എക്കാലവും പിന്തുണച്ച് കൂടെ നിന്ന നേതാവാണ്. ഷാഫി പറമ്പിലിൻ്റെ തണലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയതും മത്സരിച്ചതും.
രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുന്നതിനോട് ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കൾക്ക് എതിർപ്പ് ഉണ്ടായിരുന്നു. അവരുടെ എതിർപ്പൊന്നും വകവയ്ക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കാൻ ഷാഫി പറമ്പിൽ തീരുമാനിച്ചത്. എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അയോഗ്യനാകുന്ന ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിലും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ തള്ളിപ്പറഞ്ഞാൽ ഷാഫി പറമ്പിലിൻ്റെ പല രഹസ്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം. പൊളിറ്റിക്സ് എന്നാൽ പണം, പൊളിറ്റിക്സ് എന്നാൽ പവർ, പവർ എന്നാൽ പണം. ഇതാണ് ഷാഫി പറമ്പിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ആപ്തവാക്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ അതിജീവിതയെയും പീഡിപ്പിക്കുമ്പോൾ അയാളുടെ ലക്ഷ്യം പണമായിരുന്നു. അവരിൽ നിന്ന് പണം വാങ്ങിയതിൻ്റെ തെളിവുകൾ അവർ പോലീസിന് ഹാജരാക്കിയിട്ടുണ്ട്. ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പണത്തിന് വേണ്ടി അതിജീവിതകളെ തേടിപ്പോകുമ്പോൾ അവരെ ഗർഭിണിയാക്കിയ ശേഷം ഗർഭചിത്രത്തിന് വിധേയമാക്കുമ്പോൾ ഇതൊക്കെ ഷാഫി പറമ്പിൽ അറിഞ്ഞിരുന്നോ എന്നൊരു ചോദ്യം ബാക്കിയാണ്. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ടീം കോൺഗ്രസിൽ ഒരു കോക്കസായി തന്നെ പ്രവർത്തിച്ച് വരികയായിരുന്നു. ഒരു ഘട്ടത്തിൽ അത് BD സതീശന് പോലും തലവേദനയായി മാറി. ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായൊരു നടപടിയെടുക്കാൻ VD സതീശൻ തയ്യാറായത്. എന്തായാലും ഇരുവരും ചേർന്ന് കോൺഗ്രസിനെ പാതാളത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇനി ഷാഫി പറമ്പിലിനെ എങ്ങനെ ഭരണപക്ഷം CPM കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് കണ്ട് അറിയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാ ചെറ്റത്തരത്തിനും കുട പിടിച്ചു കൊടുത്തത് ഷാഫി പറമ്പിലാണ് എന്ന ആരോപണം കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയം. രമേശ് ചെന്നിത്തല ബ്രിഗേഡ്സാണ് ഈ ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെറ്റത്തരം എല്ലാം അറിയാം എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ്സുകാർ തന്നെ ആ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. സണ്ണി ജോസഫ് മാറുമ്പോൾ ഷാഫി പറമ്പിലിനെ അധ്യക്ഷനാക്കാൻ KPCC അധ്യക്ഷനാക്കാൻ തീരുമാനിച്ച സംഭവം കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറിക്ക് തന്നെ കാരണം ആയിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ പുറത്തു നിൽക്കെ ചെറുപ്പക്കാരനായ ഷാഫി പറമ്പിലിനെ അധ്യക്ഷനാക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. മുരളീധരനും രമേശ് ചെന്നിത്തലയും ഈ പ്രതിഷേധം പുറത്ത് പറയും എന്നുള്ളത് ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യത്തിൽ നിന്നും ഷാഫി പറമ്പിലിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം വാദിക്കുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടു നിർത്തിയത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിൻ്റെ ഒറ്റ സ്വാധീനം കൊണ്ടാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നതും അപ്രതീക്ഷിതമായി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയതും. അതിനുശേഷം പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സുപരിചിതരായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ജനകീയനായ MLA ആയി മാറി. പക്ഷേ പെണ്ണ് കേസിൽ അദ്ദേഹം കുടുങ്ങി. പെണ്ണ് കേസിൽ ഒരു കേസിലല്ല 3 കേസിലാണ് അദ്ദേഹം കുടുങ്ങിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് സർവ്വ പിന്തുണയും നൽകിയ ഷാഫി പറമ്പിലും കുരുക്കിലായിരിക്കുകയാണ്.